15 മില്യൺ ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഭജനം അനുഭവിച്ചതിന് ശേഷമാണ് നമ്മൾ നാളെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ദിവസത്തിന് ആരാണ് ഉത്തരവാദി? ഈ വോട്ട് ചോർന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ നെഹ്റു കുടുംബത്തിന്റെ ഒരു പിൻതലമുറക്കാരൻ. ഈ തലമുറക്കാരനും തലമുറക്കാരിയും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ രാജ്യം വിഭജിച്ച് വേദനിപ്പിച്ചു കൊടുത്തത് ബ്രിട്ടീഷുകാരോട് കൊടുത്ത വാക്കായിരുന്നില്ലേ? അവർക്ക് കൊടുത്ത വാക്കനുസരിച്ച് അവർക്കറിയാം 50 വർഷങ്ങൾക്ക് മുമ്പേ അവർ ഇതിനു വേണ്ടി പ്ലാൻഡ് ആണ് നെഹ്റു കുടുംബം. അതിനെ എതിർത്ത് എല്ലാവരും പറഞ്ഞു ഭാരതത്തിന്റെ ഒരു സ്പിരിച്വാലിറ്റിയാണ് കട്ട് ചെയ്തത്. സി ഡോണ്ട് ഡു ദിസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടിയെങ്കിൽ നമ്മൾ ഒത്തുപിടിച്ച് ഒരു നേഷനായി യുണൈറ്റായിട്ട് ഇന്ത്യ ഒന്നിച്ച് നിൽക്കേണ്ട അവസരത്തിൽ ഇന്ത്യനെ വിടർത്തി പറഞ്ഞ് ആഘോഷിക്കേണ്ട ദിവസമല്ല എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് ഒരു ആരും കേൾക്കാണ്ടായിട്ടില്ല. നമസ്കാരം. ഇന്ന് വിഭജനത്തിന്റെ വേദന ഓർമ്മ ദിവസം ആചരിക്കുകയാണ് ഡൽഹി. അപ്പോൾ ഈ ബോർഡറുകളിലുള്ള സ്റ്റേറ്റുകളിലൊക്കെ അത് ആചരിക്കുന്നത്. കേരളത്തിൽ അത് ആഘോഷിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ കാണാതെ പോയതാണോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വെക്കുക. അപ്പോൾ 15 മില്യൺ ജീവൻ നഷ്ടപ്പെട്ട ഒരു വിഭജനം അനുഭവിച്ചതിന് ശേഷമാണ് നമ്മൾ നാളെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഈ ദിവസത്തിന് ആരാണ് ഉത്തരവാദി? സി ഈ വോട്ട് ചോർന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ നെഹ്റു കുടുംബത്തിന്റെ ഒരു പിൻതലമുറക്കാരൻ. ഈ തലമുറക്കാരനും തലമുറക്കാരിയും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഈ രാജ്യം വിഭജിച്ച് വേദനിപ്പിച്ചു കൊടുത്തത് ബ്രിട്ടീഷുകാരോട് കൊടുത്ത വാക്കായിരുന്നില്ലേ? അവർക്ക് കൊടുത്ത വാക്കനുസരിച്ച് അവർക്കറിയാം 50 വർഷങ്ങൾക്ക് മുമ്പേ അവർ ഇതിനു വേണ്ടി പ്ലാൻഡ് ആണ് നെഹ്റു കുടുംബം. സി ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടും, ബ്രിട്ടീഷുകാർ പോവും, ഇങ്ങനെ വേണം എല്ലാ ടാർജും. അല്ലാതെ ഒറ്റ രാത്രി കൊണ്ട് സ്വാതന്ത്ര്യം കിട്ടിയതോ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യ വിഭജിച്ചതോ അല്ല. അന്ന് ആ ഇന്ത്യ വിഭജിച്ചപ്പോ ഏറ്റവും നല്ല സ്കോളേഴ്സ് അതിനെ എതിർത്ത് എല്ലാവരും പറഞ്ഞു ഭാരതത്തിന്റെ ഒരു സ്പിരിച്വാലിറ്റിയാണ് കട്ട് ചെയ്തത്. സി ഡോണ്ട് ഡു ദിസ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്വാതന്ത്ര്യം നേടിയെങ്കിൽ നമ്മൾ ഒത്തുപിടിച്ച് ഒരു നേഷനായി യുണൈറ്റായിട്ട് ഇന്ത്യ ഒന്നിച്ച് നിൽക്കേണ്ട അവസരത്തിൽ ഇന്ത്യനെ വിടർത്തി പറഞ്ഞ് ആഘോഷിക്കേണ്ട ദിവസമല്ല എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് ഒരു ആരും കേൾക്കാണ്ടായിട്ടില്ല. ആ പിൻതലമുറക്കാരനായ രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് മോദി ഇവിടെ ജയിച്ചത് വോട്ട് 33,000 കള്ള വോട്ടുകളുടെ മാർജിൻ കൊണ്ടാണ്. ഓവർ വോട്ട് കണ്ടു എല്ലാ ഇതിലും. സി ഈ രാഹുൽ ഗാന്ധിയോട് ചോദിക്കാനുള്ള 2004 6 ധ്രുവ മാർജിൻ ഓഫ് ദ വോട്ട്സ്, അതാണ് ക്ലോസ് മാർജിൻ വോട്ട്സ് ആണ് BJP ജയിപ്പിച്ചത്. 2004 6 ധ്രുവ നാരായണ തോറ്റത്, കോൺഗ്രസ്സുകാർ തോറ്റത് AR കൃഷ്ണമൂർത്തിയോട് JDSന്റെ AR കൃഷ്ണ ഒരു വോട്ടിനാണ്. അപ്പൊ എന്തുകൊണ്ടാന്ന് കോൺഗ്രസ് ഇതിനെ പറ്റി പറഞ്ഞില്ല, ഒരു വോട്ടിന്. അതേപോലെ 2008 CP ജോഷി എന്ന വലിയ ലീഡറിനോട് കല്യാൺ സിംഗ് ചൗഹാൻ എന്ന BJP നേതാവ് ജയിച്ചതും ഒരു വോട്ടിന്. അന്നൊന്നും ഇല്ലാത്ത ഈ പ്രശ്നം ഇന്നെന്താ രാഹുൽ ഗാന്ധി ഒന്നും കാണാത്തപ്പോ എങ്ങനെയെങ്കിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ നടക്കണ പോലെ ഒരു ആൾക്കൂട്ടത്തിനെ ഫോം ചെയ്ത് പാർലമെന്റിന്റെ പുറത്ത് കണ്ടില്ലേ കരച്ചില്. നാട്ടുകാരെ അടുത്ത് കരഞ്ഞ് നമ്മൾ പറഞ്ഞാല് നമ്മൾക്ക് ഇവിടെ രാജ്യം നേടും, എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രിയാവണം. അത് നടക്കൂല എന്നുള്ള രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം. പക്ഷെ എന്നാലും ശ്രമിച്ചു നോക്കുകയാണ് ആങ്ങളെയും പെങ്ങളും കൂടെ. പിന്നെ വയനാട്ടില് എത്ര വോട്ടുകൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ ചേർത്തി വോട്ട് ചെയ്തെന്ന് കണക്കെടുക്കാൻ അവിടുത്തെ ആൾക്കാർ തയ്യാറാവണം. കോൺഗ്രസിന്റെ ആൾക്കാരെന്താ അത് പറയാത്ത? ഷോ ദാറ്റ്. പിന്നെ PM സെയ്ദ് പോലും ആ കാലത്ത് 71 വോട്ടിനാണ് തോറ്റത്, PM സെയ്ദെന്ന്. അപ്പൊ ഇതിനൊന്നും കോൺഗ്രസിന് ഉത്തരമില്ല. മോദി എങ്ങനെങ്കിലും ഇറക്കണം. അപ്പൊ ഈ രാജ്യം വിഭജിച്ച ഓർമ്മ ദിവസത്തില് ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിക്കണം, പിന്നെ നിന്റെ അമ്മയെ ഇറ്റാലിയൻ ലേഡി ആയിരിക്കുമ്പോ തന്നെ അവരെങ്ങനെ 1980 വോട്ട് ചെയ്തു? 1968 അവരിവിടെ വന്നത്. 68 കല്യാണം കഴിച്ചു വന്നു. 73 വരെ റെസിഡന്റ് ആയിട്ട് അവർ നിന്നിട്ടില്ല.
ഇന്ത്യൻ റെസിഡൻസ് വിസ പോലും ഇല്ലാതെ, കാരണം അവരെ സാമ്രാജ്യമാണല്ലോ ഭാരതം. നെഹ്റു കുടുംബം ബ്രിട്ടീഷുകാരോട് പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ള പോലെയാണ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ട്. അപ്പൊ അവരുടെ ആ വോട്ട് പിന്നെ 68 കല്യാണം കഴിച്ചിട്ട് 1973 അവര് ഇന്ത്യൻ റെസിഡന്റ് ആയി മാറിയത്. അതും കഴിഞ്ഞ് 83 അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടി. 80 അവർ വോട്ടർ ലിസ്റ്റിലുണ്ട്. അപ്പൊ അമ്മയ്ക്ക് എങ്ങനെ വോട്ടുണ്ടായി എന്നുള്ള കൊച്ചുമോനൊന്ന് പറയണം, ഇന്ദിരാഗാന്ധിയുടെയും പിന്നെ നെഹ്റുവിന്റെ ഒക്കെ. ഇങ്ങനെ വിചാരിച്ചിട്ട് ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരു പ്രതിപക്ഷമാണ് ഇപ്പൊ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക എങ്ങനെയെങ്കിലും. അതേപോലെ മറ്റൊരു അയാളെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ പറഞ്ഞ ഡിഫറെന്റ് ഫേസസ്, മൾട്ടി ഫേസസ് വെച്ചാണ് ഇലക്ഷൻ നടത്തിയത്. അത് BJP ജയിക്കാൻ തയ്യാറായി. അപ്പൊ ഇവരോട് ഫസ്റ്റ് ഇലക്ഷൻ ഓഫ് നെഹ്റു, ഇന്ത്യൻ ഡെമോക്രസി ഫോം ചെയ്തിട്ട് ഫസ്റ്റ് ഇലക്ഷൻ 1951-52 68 ഫേസസ് ആയിട്ടാണ് നടന്നത് നെഹ്റു. അതെന്തുകൊണ്ട് മുത്തച്ഛൻ ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി ഉത്തരം പറയണം. 2004 കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെ 7 ഫേസിലാണ് വോട്ട് നടന്നത്. അപ്പൊ ഈ 2028 ഈ 24 വോട്ട് സ്കാം നടന്ന് ഇത്രയും ജനസംഖ്യ കൂടിയ ഈ രാജ്യത്ത് പിന്നെ ഇത് നടന്നു എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? അതേപോലെ 5 മണിക്ക് ശേഷം വോട്ട് ചെയ്യുന്നു, കൂടുതൽ വോട്ട് ചെയ്യണം. കോളേജിൽ പോണ കുട്ടികളെ, പഠിക്കാൻ പോണവരും ജോലി ചെയ്യണവരൊക്കെ 5 മണിക്ക് ശേഷമാണ്. എല്ലാവർക്കും ഒന്നും ഹോളിഡേ ഇല്ല. 5 മണിക്ക് ശേഷം വോട്ട് ചെയ്യേണ്ടവർ വോട്ട് ചെയ്യൂ. ആ വോട്ട് ഷെയർ ഒന്ന് നോക്കുക. 5 o'clock ബിഫോർ ഉള്ളതും 5 o'clock ആഫ്റ്റർ ഉള്ള വോട്ട് ഷെയർ നോക്കിയാൽ തന്നെ അത് അറിയാൻ പറ്റും. ഇങ്ങനത്തെ മൊത്തം ആൾക്കാരെ പറ്റിച്ച് വിവരമില്ലാത്ത ആൾക്കാരെ കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളത് പണ്ട് നിങ്ങൾ വിചാരിച്ച ഈ കോൺഗ്രസ്സുകാർ വിചാരിച്ചത് ഇനി ഈ ഇന്ത്യയിൽ നടക്കൂല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യ ദിനം. ആരും ഓല പബ്ബ് കൊണ്ട് ഇനി ഈ ഭാരതത്തെ തോൽപ്പിക്കാൻ വരണ്ട. സ്വാതന്ത്ര്യ ദിനം നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ഓർമ്മ ദിവസത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.